നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേറ്റുവയിൽ രാമു കാര്യട്ട് സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. നാട്ടിക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച പി വിനു ഗ്രാമപഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. സൌത്ത് മണലൂർ, അരിമ്പൂർ, വാര്യംകോൾ പാടശേഖരങ്ങളിൽ കർഷകർ ദുരിതക്കയത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ദക്ഷിണേന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മഹാപ്രതിഭയാണ് രാമു കാര്യട്ടെന്ന് മന്ത്രി കെ രാജൻ. ചേറ്റുവയിൽ രാമു കാര്യട്ട് സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യൻ സിനിമയുടെ തലതൊട്ടപ്പനായി വളർന്ന് ലോക സിനിമാ രംഗത്ത് തിളങ്ങിയ രാമു കാര്യട്ടിന്റെ സ്മരണ നിലനിർത്തുന്ന സ്മാരകത്തിന് വേണ്ടി ഗുരുവായൂരിന്റെ മുൻ MLA ആയിട്ടുള്ള ശ്രീ KV അബ്ദുൾ ഖാദർ 2016-17 MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2,90,00,000 രൂപ അനുവദിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോൾ MLA ആയിരിക്കുന്ന ശ്രീ NK അക്ബർ ഒരുപക്ഷെ കഴിഞ്ഞ 3.5 വർഷക്കാലം ഇടതടവില്ലാത്ത വിധം ഈ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും മാറ്റിക്കിട്ടാൻ രാപ്പകലില്ലാത്ത വിധം അധ്വാനിച്ചതിൻ്റെ കൂടി പരിണത ഫലമായി ഇത്തിരി വൈകിയെങ്കിലും ഇപ്പോൾ രാമു കാര്യട്ടിന് ഉചിതമായൊരു സ്മാരകത്തിൻ്റെ തുടക്കത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. നേരത്തെ ഇവിടെ NK അക്ബർ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ ഈ സ്മാരകത്തിൻ്റെ പൂർത്തീകരണം ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തും MLA എന്ന നിലയിൽ അദ്ദേഹവും പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് PWD ബിൽഡിംഗ്സ് വിഭാഗം അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കും. പുതിയ കലാകാരന്മാർക്ക് ഇടം നൽകുന്ന തിയേറ്റർ കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നത് അഭിമാനകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, എങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK സുദർശൻ, പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ MP സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, വിജിത സന്തോഷ്, സാലിഹ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉത്തമൻ തേർ, ഓമന സുബ്രഹ്മണ്യൻ, PK രാജേശ്വരൻ, KR സാംബശിവൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പി വിനു ഗ്രാമപഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് പി വിനു സത്യപ്രതിജ്ഞ ചെയ്തത്. പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുൻ MP TN പ്രതാപൻ, മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, സുനിൽ ലാലൂർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് എന്നിവർ വിനുവിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീമതി പി വിനുവിന് പുതിയ ഉത്തരവാദിത്വം, പുതിയ ചുമതലാബോധം ഉണ്ടാകുന്നു എന്നതിലുള്ള അതിയായ സന്തോഷവും സംതൃപ്തിയും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകയുടെ പൊതുപ്രവർത്തനത്തിലെ സ്ഥാനം അത് ജനങ്ങൾക്കിടയിലാണ് എന്ന് വിനു വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, മുസ്ലിം ലീഗ് നേതാക്കളായ KA കബീർ, KA ഷൌക്കത്ത് അലി, CG അജിത് കുമാർ,
പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു സാധാരണ വീട്ടമ്മയായ എന്നെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് എത്തിച്ചത് എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കഴിഞ്ഞ 20 ദിവസം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വിജയിക്കാൻ, എന്തായാലും ഒരാളെ ഏതൊരു മത്സരത്തിലും ഒരാളെ വിജയിക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ വിജയിച്ചു. പക്ഷെ ഇനിയുള്ള കാലം എൻ്റെ 9ാം വാർഡിലെ ജനങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ വോട്ടർമാരാണ്, എന്നോടൊപ്പം പ്രവർത്തിക്കാനുള്ളവരാണ്, എന്നെ സഹായിക്കാനുള്ളവരാണ്. ഞാൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ പ്രദേശങ്ങളിലെ കോൾപ്പാട ശേഖരങ്ങളിൽ നിന്നും 465 ഏക്കർ നെൽകൃഷി വെള്ളം കയറി നശിച്ചതിനെ തുടർന്ന് 83 ലക്ഷം രൂപ നാശനഷ്ടമുണ്ടായതായി കോൾപ്പടവ് ഭാരവാഹികൾ പറഞ്ഞു. അന്തിക്കാട് പാടശേഖരത്തിൽ 350 ഏക്കറും അരിമ്പൂർ വാര്യം കോൾപ്പാടശേഖരത്തിൽ 100 ഏക്കറും സൗത്ത് മണലൂർ പാടശേഖരത്തിൽ 15 ഏക്കറും കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. വിവിധയിടങ്ങളിൽ പെട്ടെന്നുണ്ടായ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പടവിലേക്ക് ഇരച്ചു കയറിയ വെള്ളത്തിനൊപ്പം ചണ്ടിയും കുളവാഴയും നെൽച്ചെടികൾക്ക് മേലെ അടിഞ്ഞുകൂടിയതോടെയാണ് കൃഷി പൂർണ്ണമായും നശിച്ചതെന്ന് കർഷകർ പറയുന്നു. ഇത് കണ്ടില്ലേ, ഇതാണിപ്പോ ഞങ്ങളുടെ വാര്യം പടവിലെ വെള്ളം കയറി നശിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഞാറ് നട്ടത്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വാര്യം പടവിൽ എനിക്ക് 63 സെന്റാണ് കൃഷിയിടം ഉള്ളത്. അതിൽ കംപ്ലീറ്റ് മുങ്ങിപ്പോയി ഈ അവസ്ഥയിലാണ്. നിലവിൽ കൃഷിക്ക് ആവശ്യമായ വളപ്രയോഗം ഉൾപ്പെടെ നെൽച്ചെടികൾക്ക് ഈ കാലയളവിൽ നൽകേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇതിനകം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത്. കനത്ത മഴയൊന്ന് ശമിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിപ്പിച്ച് കോൾ പടവുകളിലെ വെള്ളം വറ്റിക്കാൻ പടവ് കമ്മിറ്റികൾ ശ്രമിച്ചുവെങ്കിലും കരിവാലിച്ചണ്ടി വന്നടഞ്ഞത് മൂലം ഇറിഗേഷൻ കനാലുകളിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും പാടശേഖരങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോകാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വിവിധ പടവ് കമ്മിറ്റി ഭാരവാഹികളായ KK അശോകൻ, V ശരത്, MS ചന്ദ്രബാലൻ എന്നിവർ പറഞ്ഞു. ഈ സാഹചര്യം പരിശോധിച്ച് കൃഷിക്കാർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇറിഗേഷൻ കനാലിൽ ആഴത്തിൽ വേരോടിയ കരിവാലിച്ചണ്ടി അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മഴയും അതിവർഷവും കൂടാതെ മനക്കോടി പുള്ള റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതവും കൃഷി വെല്ലുവിളി നിറഞ്ഞതാക്കിയെന്ന് കർഷകർ പറയുന്നു. ഇറിഗേഷൻ കനാലിലേക്കാൾ താഴ്ന്നു കിടക്കുന്ന ഈ റോഡിലൂടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇറിഗേഷൻ കനാലിലെ വെള്ളം റോഡ് കവിഞ്ഞ് വാര്യം കോൾപ്പാട ശേഖരത്തിലെത്തി കൃഷി മുക്കി നശിപ്പിക്കുന്നത് പതിവായി കഴിഞ്ഞു. ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായാൽ മാത്രമേ വാര്യം കോൾപ്പാട ശേഖരത്തിലെ നെൽകൃഷി ലാഭകരമാക്കാൻ കഴിയുകയുള്ളൂവെന്ന് PKCG പറയുന്നു. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീമമായ നഷ്ടം കർഷകരെ നെൽകൃഷിയിൽ നിന്നും അകറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും കോഴിപ്പറമ്പിൽ രഞ്ജിത്ത് പറഞ്ഞു. ഇവിടെ ഒരു ഏക്കർ കൃഷി ഞാൻ ചെയ്തു. ഉഷാറായിട്ടുള്ള നെല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ന്യൂനമർദ്ദത്തിൽ ചണ്ടി അതുപോലെ തന്നെ വെള്ളം നിന്നിട്ട് നശിച്ചു. ഈ കാണാനാണ് നമ്മുടെ നിലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഉയർത്തി വെച്ചാലും ഇതിൻ്റെ കട ഒക്കെ ആകെ ചീഞ്ഞു പോയി. അത് രക്ഷപ്പെട്ട് കിട്ടേണ്ട കാര്യം എളുപ്പമുള്ള കാര്യമല്ല. ജനങ്ങൾക്ക് ഇരുട്ടടി നൽകി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ സ്വകാര്യ കമ്പനിക്ക് വീണ്ടും 25 വർഷത്തേക്ക് നീട്ടി നൽകിയതിന് പുറകിൽ വൻ അഴിമതിയുണ്ടെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പ്രസ്താവിച്ചു. വൈദ്യുതി ഓഫീസുകളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ജില്ലാതല ഉദ്ഘാടനം നാട്ടികയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങളിലുമായി സഞ്ചരിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ മാർച്ചിൽ കൈവീശിക്കൊണ്ട് അഭിവാദ്യം ചെയ്ത കാര്യം ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. വേറൊന്നുകൊണ്ടുമല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാർച്ചാണ്. ഈ നാട്ടിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരും ഈ മാർച്ചിനെ അനുകൂലിക്കും. ഈ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കട്ടെ. എന്തിനാണ് ഈ മാർച്ച്? ഈ മാർച്ചിന്റെ കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയുണ്ടായി.
2017-ലും 2019-ലും 2022-ലും 2023-ലും ഇപ്പോൾ 2024-ലും ഉൾപ്പെടെ 5 തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. 7 വർഷത്തിനുള്ളിൽ 8 വർഷത്തിനുള്ളിൽ 5 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ചരിത്രം ഐക്യ കേരളത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. KCB ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, VR വിജയൻ, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശോഭ സുബിൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിദ്ധൻ മാസ്റ്റർ, തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. KPCCയുടെ ബഹുമാനീയനായ നേർവഴി സംഘടനയിലൂടെ 3 പതിറ്റാണ്ടായി ദേശീയ തലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന TK നവീനചന്ദ്രനെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ആദരിച്ചു. മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി അന്തിക്കാട് അഞ്ചങ്ങാടിയിലെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത്. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മനുഷ്യാവകാശ ദിനമായിട്ടുള്ള ഡിസംബർ 10-ാം തീയതി ഓർബിറ്റേൻ്റെ ഗ്രാമ്യ പിന്നെ അതുപോലെ TCV ചാനലുകളിൽ വന്ന വാർത്തയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ 3 പതിറ്റാണ്ട് പിന്നിട്ട കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നെഹ്റു സ്റ്റഡി സെൻറ്റർ ഈ പ്രദേശത്ത് ആരൊക്കെ ഏത് മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അവരെയൊക്കെ അനുമോദിക്കാനും അവർക്ക് ആശംസകൾ അറിയിക്കാനൊക്കെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഇത്തരണത്തിലാണ് ഞങ്ങളിവിടെ ഇതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നത്. പക്ഷേ ഈ ഒരുപാട് നമുക്കറിയാം നേർവഴി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്ന ഒരു സംഘടനയാണ് നേർവഴി. ആ നേർവഴിയിലൂടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നവീനചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷനായി. സ്റ്റഡി സെന്റർ ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, വില്ലി പട്ടത്താനം, ജഗദീഷ് രാജ് വാളമുക്ക്, CA ബാബു, ബെന്നി ആത്തിലപ്പടി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, അരുണൻ വാളമുക്ക്, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. എന്ത് പണി ചെയ്യുന്നു എന്നുള്ളതല്ല, എന്ത് പണി ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല, അതൊരു ചടങ്ങായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ഞാൻ ചെയ്യാറില്ല. അത് എൻ്റെ തലയിൽ തന്നെ ശരിക്കും കയറി പിടിക്കും. അത് ചിലപ്പോൾ തലയ്ക്ക് തരിപ്പ് വരും. ചില നേരത്ത് നമുക്കൊന്നും തന്നെ എഴുതാൻ കഴിയില്ല. ഒരു പരാതി പോലും ചില നേരത്ത് പരാതിയൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്ന പോലെ ഒരാൾ വന്ന് പറഞ്ഞു കഴിക്കും. നമുക്ക് ചെറിയ പരാതിയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതി കൊടുക്കാമെന്നല്ലാതെ ഒരു കാര്യം മാത്രം പ്രശസ്തമായ പരാതി എഴുതണമെങ്കിൽ എനിക്ക് സമയം വേണം. തളിക്കുളം നൂറുൽ ഹുദ കുന്നത്ത് പള്ളിയിൽ റീഫായിൻ റാത്തീബിന് കൊടിയേറി. 56 വർഷത്തോളമായി വിപുലമായ രീതിയിലാണ് കുന്നത്ത് പള്ളി റീഫായിൻ റാത്തീബ് നടത്തിവരുന്നത്. 2025 ഫെബ്രുവരി 2 ഞായറാഴ്ചയാണ് റീഫായിൻ നടക്കുന്നത്. ഇതിന് മുന്നോടിയായി വീടുകളിൽ അറവനമുട്ട സംഘം റാത്തീബ് സന്ദേശവുമായി എത്തും. 5000-ലധികം കുടുംബങ്ങൾക്ക് റാത്തീബ് ദിവസം ഭക്ഷണ വിതരണം നടത്തും. നൂറുൽ ഹുദ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ കൊടിയേറ്റി. പള്ളി കമ്മിറ്റി സെക്രട്ടറി PA ഇന്ദ്രീസ് അധ്യക്ഷനായി. നൌഷാദ് മുസ്ലിയാർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ബാവ ഉസ്താദ്, അബൂബക്കർ സഖാഫി, അബ്ദുള്ള മുസ്ലിയാർ, ഷിഹാബ് മുസ്ലിയാർ, കമ്മിറ്റി അംഗങ്ങളായ PS സുൽഫിക്കർ, MA അക്ബർ, AA ഫൈസൽ, AM ഷംസുദ്ദീൻ, AA ഷാജി, PK അബ്ദുൽ ഖാദർ, PI ഹനീഫ, KK സിദ്ദീഖ്, RA മൂസ, RM അഷറഫ്, AV സുലൈമാൻ, H ഷജിൽ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ താന്യം യൂണിറ്റ് വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലെ 204 യൂണിറ്റ് സമ്മേളനങ്ങളാണ് നടക്കേണ്ടത്. ഏകദേശം 170 അടുത്ത് ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇന്ന് ഒരുപാട് നടക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച നടക്കുന്നുണ്ട്, ജനുവരി 1-ാം തീയതി നടക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി
ചിട്ടയായി തന്നിട്ടുള്ള തീയതി ആ മാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ കാലാവധിയിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നല്ല രീതിയിലുള്ള മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിച്ച രീതിയിലുള്ള സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കഴിഞ്ഞ വർഷം നമുക്ക് സമ്മേളനം അല്ല കൺവെൻഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുന്നത്തെ വർഷവും കൺവെൻഷനാണ്. പ്രസിഡന്റ് PV സുനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി സജി സന്തോഷ് റിപ്പോർട്ടും വരവ് ചിലവ് കോമളവല്ലി അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിമ്മി ശിവദാസ്, പീതാംബരൻ ഇയാനി, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, വിദ്യ KS, ശ്രീദേവി ഉണ്ണികൃഷ്ണൻ, വിജയ PS എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PV സുനിൽകുമാർ, സജി സന്തോഷ്, വിജി മദനസുന്ദരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആലപ്പാട് യൂണിറ്റ് വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ആളുകൾ മാത്രമല്ല, അതാ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ പ്രവർത്തനം അവിടെ ഉണ്ടായി. ഇതിന്റെ ഭാഗമായി അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ സഹായം ഏറ്റവും ആദ്യം ദുരന്തത്തില് ക്യാമ്പുകളിലെത്തിയ ആളുകൾക്ക് ആ സഹായം എത്തിച്ചത് നമ്മളാണ്. അതിനുശേഷമാണ് കേരളത്തിലെ വിവിധ സംഘടനകള്, അതുപോലെ തന്നെ ജാതിമത അടിസ്ഥാനത്തില് സർക്കാർ, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി വിവിധ ഏജൻസികളൊക്കെ അവിടെ വലിയ ആവശ്യമായ ധാരാളം സാധനങ്ങൾ അവിടെ എത്തി. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, എല്ലാ ദിവസവും പറയും 100 വീട് ഞാൻ കൊടുക്കും, 50 വീട് ഞാൻ കൊടുക്കും, 10 വീട് കൊടുക്കും, 4 വീട് കൊടുക്കും, 1 വീട് കൊടുക്കും, 2 വീട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വീടുകളുടെ പ്രളയം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. പ്രസിഡന്റ് അംബിക ജയപ്രകാശ് അധ്യക്ഷയായി. സെക്രട്ടറി ഷക്കീല ലത്തീഫ് റിപ്പോർട്ടും വരവ് ചിലവ് കണക്ക് ട്രഷറർ ബിജിലയും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിമ്മി ശിവദാസ്, പീതാംബരൻ ഇയാനി, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, ശ്രീവിദ്യ, ലേഖ, രാഗി MR, സിഷ ഷാജി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഷക്കീല ലത്തീഫ്, അംബിക ജയപ്രകാശ്, ലേഖ സുനിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇടവേള. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. ചേട്ടൻ പിന്നെ
നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? ഡി നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടില മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തി തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തി ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. ആലപ്പാട് മഠത്തുപടി ശ്രീ വനശാസ്ത ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. കാനാടിക്കാവ് ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വിഭവ സമർപ്പണ ചടങ്ങ് ഇവിടെ നടത്തിക്കഴിഞ്ഞു. സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന എല്ലാ ഈ ഭക്തജനങ്ങൾക്ക് ഈ നാടിനും ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട ആചരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 4 ധർമ്മങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. സത്യം, ദയ, ദാനം, തപസ്. അതാണ് നമ്മൾ ഹിന്ദുക്കൾ ആചരിക്കേണ്ട 4 ധർമ്മങ്ങൾ. സത്യം പറയണം, ദയുള്ള മനസ്സുണ്ടാവണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, തപസ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രാർത്ഥന ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ ആചരിക്കുമ്പോഴാണ് ഈശ്വരാധീനവും ദൈവാധീനങ്ങളും ഐശ്വര്യങ്ങളൊക്കെ നമുക്ക്. മേൽശാന്തി പുന്നപ്പള്ളി മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേശവിളക്കിന് ആവശ്യമായ പൂജാദ്രവ്യങ്ങൾ അരി, ശർക്കര, ഉണക്കലരി, നാളികേരം, പഞ്ചസാര, കദളിപ്പഴം, എണ്ണ, നെയ്യ്, പൂജാപുഷ്പങ്ങൾ, ഇല, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ മുതലായവ ഭക്തജനങ്ങൾ സമർപ്പിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൺ കരുമാരശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി, കൺവീനർ ഉണ്ണികൃഷ്ണൻ കുണ്ടുവള്ളി, ജോയിന്റ് കൺവീനർ ഗോപി കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 21 ശനിയാഴ്ചയാണ് ദേശവിളക്ക്. മടത്തുമുടി വനശാസ്ത്ര ക്ഷേത്രത്തിൽ വാർഷികമായി നടത്തിവരുന്ന അയ്യപ്പൻ വിളക്ക്, ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഈ അന്നദാനത്തിനുള്ള കലവറ നിറയ്ക്കൽ എന്നുള്ള ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായൊരു സംരംഭമായിട്ട് തീരാൻ ഭഗവാൻ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന്. ഏങ്ങണ്ടിയൂർ ആറുകെട്ടി വിഷ്ണുമായ ചാത്തൻ സ്വാമി ദേവീക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. ഏങ്ങണ്ടിയൂർ ബൈജുരാജ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹോമം, സുബ്രഹ്മണ്യ പൂജ, അന്നദാനം എന്നിവ നടത്തി. ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിൽ നിന്നും ഉടുക്ക്, ചിന്ത്, മേളം, താലം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്രഭാരവാഹികളായ AS മദനൻ, AS ഉണ്ണികൃഷ്ണൻ, AS മധുസൂദനൻ, ഹരീഷ് ആറുകെട്ടി, അനിൽ ആറുകെട്ടി, മനോജ് ആറുകെട്ടി, AR ഷാജി എന്നിവർ വിളക്കിന് നേതൃത്വം നൽകി.
കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം മഹാസമ്മേളനത്തിന് തുടക്കമായി. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ധാർമ്മികതയുടെ വിളനിലമായി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മാറണമെന്നും വിദ്യാഭ്യാസത്തിനായി സ്ഥാപിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ അറിവ് പകരുന്നതോടൊപ്പം ധാർമ്മികതയും പകർന്നു നൽകുന്നതാണെന്നും കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും ശക്തി കൂട്ടാനും ഈ സമ്മേളനത്തിന് കഴിയുന്നുണ്ട്. ഭിന്നശേഷി സൗഹൃദ സമ്മേളനം മുതൽ ഇന്റർനാഷണൽ ക്വിസ് മത്സരം വരെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ഇതിന്റെ പരിപാടികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് പലപ്പോഴും നമ്മുടെ സമൂഹം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരുമിക്കുക എന്നുള്ള സമീപനം എടുക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. മുൻ MP TN പ്രതാപൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ബുസ്താനുൽ ഉലൂം പ്രസിഡന്റ് KA മുഹമ്മദ് ഹസൻ അധ്യക്ഷനായി. ബക്കർ മേത്തല ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്തു. EKM പന്നൂർ സുവനീർ പ്രകാശനം നിർവഹിച്ചു. ബിലാൽ സ്വലാഹി സുവനീർ പരിചയപ്പെടുത്തി. നൌഷാദ് ആറ്റുപറമ്പത്ത് ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ബുസ്താൻ സെക്രട്ടറി PK മുഹമ്മദ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, KNM ജില്ലാ സെക്രട്ടറി EK ഇബ്രാഹിംകുട്ടി മൗലവി, പഞ്ചായത്ത് മെമ്പർമാരായ റസീന ഷാഹുൽ ഹമീദ്, CJ പോൾസൺ, സാജിദ പുതിയ വീട്ടിൽ, CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ, BUA കോളേജ് പ്രിൻസിപ്പൽ അരുണാദേവി, നെസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ റുബീന, BBLP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീന, നെസ്റ്റ് സ്കൂൾ PTA പ്രസിഡന്റ് ഫയാസ് മുഹമ്മദ്, MB ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ജൌഹർ ഐനിക്കോട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോൺഫറൻസിന്റെ ഭാഗമായി 8 ദിവസവും ദ ലൈഫ് എക്സിബിഷൻ ബുക്ക് ഫെയർ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 22 വൈകിട്ട് സമ്മേളനം സമാപിക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. മൂന്നുപീടികയിൽ നിന്നും പെരിഞ്ഞനം KSCB ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. KPCC സെക്രട്ടറി KP ശശികുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷനായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CC ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി KF ഡൊമിനിക് പ്രതിഷേധ മാർച്ചിന്റെ പതാക കൈമാറി. നേതാക്കളായ CS രവീന്ദ്രൻ, PMA ജബ്ബാർ, സജയ് വയനപ്പള്ളി, മണി കാവുങ്ങൽ, PA അഫ്സൽ, ഷീല വിശ്വംഭരൻ, ശോഭന രവി, KK കുട്ടൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, സുധാകരൻ മണപ്പാട്ട്, CJ പോൾസൺ, KK രവീന്ദ്രൻ, PA അബ്ദുൽ സലീം എന്നിവർ സംസാരിച്ചു. തിരിച്ചടികൾ വന്നിട്ട് പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശക്തമായ തിരിച്ചടി നേരിട്ടിട്ട് പോലും ഇത് മനസ്സിലാക്കുവാനോ തിരുത്തുവാനോ തയ്യാറല്ലാതെ പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനത്തിന് ശേഷം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ വിവിധ മേഖലകളിൽ നടത്തുന്ന പന്തംകൊളുത്തി പ്രകടനത്തിന് ശേഷമാണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ KSCB ഓഫീസ് ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നു. ചേർക്കര ദേശം പൗരസമിതി ആക്ട്സ് ചേർക്കര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും വീടുകളിൽ വിളക്ക് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് വിളക്ക് വെക്കാറ്. ചേർക്കര പൗരദേശം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ആദ്യം കത്തേണ്ടത് വിളക്കാണ്, വെളിച്ചമാണ് ഉണ്ടാവുന്നത്. ആ വെളിച്ചത്തിന് മുന്നിൽ ഇരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് നീണ്ട കാലങ്ങളിൽ ഇങ്ങനെ മനുഷ്യൻ ഉള്ള കാലത്തോളം ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള പ്രാപ്തിയും കഴിവുള്ള ആളുകൾ വരട്ടെ എന്ന് നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം അധ്യക്ഷൻ്റെ ഒരു പരിഭവം അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാർ ഇത് ഏറ്റെടുക്കാൻ വരുന്നില്ല എന്നുള്ളതാണ്. ചെറുപ്പക്കാരിൽ ഇന്ന് ഒന്നും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്രസിഡന്റ് EVK വേണുരാജ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് SI സിനി മുഖ്യാതിഥിയായിരുന്നു. പ്രഭാതചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോർഡിനേറ്റർ ENK ജ്ഞാനം,
സെക്രട്ടറി ഷനിൽ എന്നിവർ സംസാരിച്ചു. വേനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തിനെക്കുറിച്ച് തൃശൂർ ജനറൽ ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ അഞ്ജന നന്ദനെയും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ സന്ധ്യ രാഗേഷിനെയും ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു. ആർട്സ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ പങ്കെടുത്തവർക്ക് പുതുവത്സര സമ്മാനം നൽകി. വലപ്പാട് ബീച്ച് വളവത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റംപാട്ട് മഹോത്സവവും സർപ്പബലിയും നടന്നു. രാവിലെ ഗണപതി ഹോമം, നവകലശ പൂജ, കലശാഭിഷേകം, ഗുരുമുത്തപ്പന് കളം, വൈകിട്ട് സർപ്പബലി, ദീപാരാധന, രാത്രി ദേവിക്ക് കളം, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം ചെയർമാൻ ഭരതൻ വളവത്ത്, പ്രസിഡന്റ് സന്തോഷ് വളവത്ത്, സെക്രട്ടറി ഹരീഷ് വളവത്ത്, വിശ്വംഭരൻ വേലായുധൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു. തൃത്തല്ലൂർ ബാങ്ക് പരിസരത്ത് ചേർന്ന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ അധ്യക്ഷനായി. സെക്രട്ടറി MP ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷീല സോമൻ, ഭരണസമിതി അംഗം VG വിനോദൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹകാരികൾക്കും അഭിമാനകരമായ ഒന്നാണ്. ഞാൻ ചുമതലയെടുക്കുമ്പോൾ സ്ഥാപനം ഗ്രേഡ് 5-ലായിരുന്നു. അത് പിന്നീട് 4-ആയി 3-ആയി ഉയർത്തപ്പെടുകയുണ്ടായി. ഇപ്പോൾ 2 ആക്കാനുള്ള അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ ഈ പൊതുയോഗത്തിൽ അത് പ്രഖ്യാപിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ അതിന്റെ ചില ഉത്തരവുകൾ വരാനുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന്റെ 17ാം ദിവസം സംഗീത മണ്ഡപത്തിൽ കടക്കാവൂർ N മോഹൻദാസ്, മഹാലക്ഷ്മി സിസ്റ്റേഴ്സ്, ഡോക്ടർ പൂജ നാരായണൻ എന്നിവരുടെ സംഗീത സദസ്സുണ്ടായി. ആരതി സുധാകരൻ, കൃതി കൃഷ്ണ, മനോജ് എന്നിവരുടെ ഭരതനാട്യവും തൃപ്പൂണിത്തുറ അന്യോന്യം, തിരുവാണിക്കാവ് ശ്രീഭദ്ര എന്നിവരുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കലാമണ്ഡലം ശ്രീരാജ്, ഗുരുവായൂർ ആദർശ് എന്നിവർ വയലിനിലും, ഡോക്ടർ പാലക്കാട് K ജയകൃഷ്ണൻ, കോട്ടയം മനോജ് കുമാർ എന്നിവർ മൃദംഗത്തിലും, MM സുജിത്ത് ഘടത്തിലും പക്കമേളമൊരുക്കി.
ക്രിസ്തുമസിനെ വരവേൽക്കാൻ അന്തിക്കാട് KGM സ്കൂളിലെ കുട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചുകൊണ്ട് അധ്യാപകരുടെയും PTA നേതൃത്വത്തിൽ ക്രിസ്തുമസ് തൊപ്പി വിതരണം ചെയ്തു. ക്രിസ്തുമസ് തൊപ്പി ധരിച്ച് വിദ്യാലയത്തിലെ 600ഓളം കുട്ടികളാണ് ക്രിസ്തുമസിനെ വരവേൽക്കാനായി വിദ്യാലയ അങ്കണത്തിൽ അണിനിരന്നത്. വാണിജ്യം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റിയിൽ അടിയന്തര ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ച് ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. ചെറിയ ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും വലിയ ചികിത്സ ലഭ്യമാകാൻ ഒരു കേന്ദ്രം ഉണ്ടാകുന്നു എന്നുള്ള ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. ഈ തീരപ്രദേശത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ രോഗികളോട് സ്നേഹപൂർവ്വം ഇടപെടുന്ന ഒരു സ്ഥാപനം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആസാദ് മൂപ്പന്റെ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ട് സമ്പന്നമായ ആസ്റ്റർ മെഡിസിറ്റിയുടെ കൂടി സഹകരണത്തോടെ വിപുലമാക്കപ്പെടുമ്പോൾ ഈ തീരപ്രദേശത്തെ മണപ്പുറത്തെ പല വിധത്തിലുള്ള രോഗപീഡനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആധുനികതയുടെ കരുത്തോടുകൂടി അവരുടെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരന്റെ ആലയം ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. NK അക്ബർ MLA അധ്യക്ഷനായി. ഫീനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ EK രാമചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ഈ ആതുര സ്ഥാപനം ഇന്ന് അതിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് ഫീനിക്സ് മെഡിസിറ്റി ആരംഭിച്ചു. ആ ഫീനിക്സ് മെഡിസിറ്റിയിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യുന്ന കാത്തലാബ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുന്ന ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ വളരെ വിശാലമായ മദർ ആൻഡ് ചൈൽഡ് മറ്റേണിറ്റി കോംപ്ലക്സ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, CT സ്കാൻ ഉൾപ്പെടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ആയി ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് വളരെ നല്ല സേവനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അംഗനവാടി ആശാ വർക്കർ പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നിർവഹിച്ചു. ആസ്റ്റർ മെഡിസിറ്റി CEO ഡോക്ടർ നളന്ദ ജയദേവ്, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി CPI ഗുരുവായൂർ മണ്ഡലം PK രാജേശ്വരൻ, ഡയറക്ടർ മെഡിക്കൽ അഫയേഴ്സ് ആസ്റ്റർ മെഡിസിറ്റി ഡോക്ടർ TR ജോൺ, എമർജൻസി മെഡിസിൻ ആസ്റ്റർ മെഡിസിറ്റി ഡോക്ടർ ജോൺസൺ വർഗീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, BJP ഏങ്ങണ്ടിയൂർ മണ്ഡലം സെക്രട്ടറി IM മിഥുൻ, സെക്രട്ടറി മുസ്ലിം ലീഗ് ഏങ്ങണ്ടിയൂർ PM മുഹമ്മദ് റാഫി, ഫീനിക്സ് മെഡിസിറ്റി അഡ്മിനിസ്ട്രേറ്റർ K. അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ഒരുപാട് ആക്സിഡന്റ് കേസസിൽ ഇനിഷ്യൽ ഒരു ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം, അത് നമുക്ക് ഇതുപോലെ ആസ്പത്രിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നമുള്ളത് നമ്മൾ ഈ ഹയർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. ചിലപ്പോൾ സ്പൈനിന് ഇഞ്ചുറി ആയിരിക്കാം. അത് ആദ്യമേ ഈ പേഷ്യന്റിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഫിക്സ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത്രേ ഒരു പേഷ്യന്റ് ബുദ്ധിമുട്ടുകൾ കുറയും. എല്ലാ ദിവസവും 24 മണിക്കൂറും എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ പ്രവർത്തിക്കുന്നതായിരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എമർജൻസി കൺസൾട്ടേഷൻ ഫീസ് ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെ സൗജന്യമായിരിക്കും. ഫീനിക്സ് മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചേറ്റുവ. ഫോൺ നമ്പർ 048722944444.
മൊബൈൽ നമ്പർ 9747215850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേറ്റുവയിൽ രാമു കാര്യട്ട് സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. നാട്ടിക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച പി വിനു ഗ്രാമപഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. സൗത്ത് മണലൂർ, അരിമ്പൂർ, വാര്യംകോൾ പാടശേഖരങ്ങളിൽ കർഷകർ ദുരിതക്കയത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.